അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഉഴുന്നുവടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് ഉഴുന്ന് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതൊരു ബൗളിലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ ജാറിലിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിരിച്ചൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് അരഞ്ഞിട്ടുണ്ട്. സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി നോക്കാം. നല്ല കട്ടിക്ക് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് അരഞ്ഞ്. എന്നിട്ട് ഇതൊന്ന് ബൗളിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. കുറേശ്ശെ ഇതിലോട്ടൊന്ന് ആ മാവിനെ ഒന്ന് കോരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മാവ് നല്ല പാകമായിട്ടിരിക്കും. ഇതൊന്ന് നമുക്ക് സ്പൂൺ വെച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മാവ് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഉരുളയൊക്കെയാണ് ഇടുന്നത്. ഇതിൽ ഹോളൊന്നും ഇടാതെ ഉരുളയൊക്കെയാണ് ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. എൻ്റെ രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അതൊന്ന് മറിച്ച് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ അടിഭാഗം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ ഉഴുന്നുവട നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ കുഞ്ഞു ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല സൂപ്പർ സ്നാക്സ് ആണ്, ഈസിയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.